നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രി സ്വരം കടുപ്പിച്ചു. IAS സമരം പൊളിഞ്ഞു. ഉദ്യോഗസ്ഥർ കൂട്ടാവധി പിൻവലിച്ചു. ജേക്കബ് തോമസിന് മുഖ്യമന്ത്രിയുടെ പിന്തുണ. നടത്തിയത് സർക്കാരിനെതിരായ നീക്കമല്ലെന്ന് IAS അസോസിയേഷൻ. ജിഷ്ണു പ്രണോയിയുടെ മരണത്തിൽ പ്രതിഷേധം ശക്തം. പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വിദ്യാർത്ഥികൾ ഇരച്ചുകയറി. കോളേജ് PRO സഞ്ജിത് വിശ്വനാഥനെതിരെ ഗുരുതര ആരോപണങ്ങൾ. വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടി. സംവിധായകൻ കമലിനെ വേട്ടയാടി BJP. കമൽ രാജ്യം വിട്ടുപോകണമെന്നും തീവ്രവാദിയെന്നും AN രാധാകൃഷ്ണൻ. കമലിന് ഉടുമുണ്ട് നഷ്ടപ്പെട്ട അവസ്ഥയെന്ന് MT രമേശ്. മാവോയിസ്റ്റ് കേസിൽ നദീറിനെതിരായ UAPA നിലനിൽക്കുമെന്ന് പോലീസ് ഹൈക്കോടതിയിൽ. കാർഡ് ഇടപാടുകൾക്ക് പെട്രോൾ പമ്പുകളിൽ സർചാർജ് ഈടാക്കില്ലെന്ന് കേന്ദ്രം. സർചാർജ് ബാങ്കുകളോ എണ്ണ കമ്പനികളോ വഹിക്കണം. അസാധു നോട്ടുകളിൽ 93.5% ബാങ്കുകളിൽ തിരിച്ചെത്തിയെന്ന് റിസർവ് ബാങ്ക്. നോട്ട് നിരോധം നികുതി വരുമാനത്തെ ബാധിച്ചിട്ടില്ലെന്ന് അരുൺ ജെയ്റ്റ്ലി. കഴിഞ്ഞ വർഷത്തെ മികച്ച ഫുട്ബോളറെ ഇന്നറിയാം. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് സാധ്യത. ഒപ്പത്തിനൊപ്പം മെസ്സിയും ഗ്രീസ്മാനും. കേരളം സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൗണ്ടിൽ. അവസാന മത്സരത്തിൽ കർണാടകയോട് ഗോൾ രഹിത സമനില. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്കാണ് നമ്മൾ പോയത്. പ്രൈം ഡിബേറ്റ് ഞങ്ങളുടെ ചർച്ചാ പരിപാടിയാണ്. ഓരോ ദിവസത്തെയും രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിൽ പ്രധാനപ്പെട്ടവ ചർച്ച ചെയ്യുന്ന പരിപാടി. ഇന്ന് ഞങ്ങൾക്ക് മുന്നിലുള്ള പല വിഷയങ്ങളിലൊന്ന് BJP നേതാവ് AN രാധാകൃഷ്ണന്റെ വിദ്വേഷ പ്രസ്താവനയാണ്. സംവിധായകൻ കമൽ രാജ്യം വിട്ടു പോകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്ന് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെതായി വരുന്ന ആദ്യ പ്രസ്താവനയല്ല ഇന്നത്തേത്. വർഗീയമായി വിഭജിക്കുന്നതും വ്യക്തികളെ ഭീഷണിപ്പെടുത്തുന്നതുമായ ഇത്തരം പ്രസ്താവനകളിലൂടെ ശ്രീ AN രാധാകൃഷ്ണൻ ലക്ഷ്യമിടുന്നത് മാധ്യമ ശ്രദ്ധയാണെന്ന്, അത് മാത്രമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ചർച്ചയാകണം എന്ന ഉദ്ദേശം വെച്ചുള്ള പരിഹാസ്യമായ രാഷ്ട്രീയ കളിയാണിത്. ഇക്കാര്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിനാൽ തന്നെ ഇന്നത്തെ ഈ വിദ്വേഷ വർത്തമാനം ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് ഞങ്ങൾ ന്യൂസ് 18 എഡിറ്റോറിയൽ ടീം തീരുമാനിച്ചിരിക്കുന്നു. ആ വിദ്വേഷ പരാമർശങ്ങളെ അർഹിക്കുന്ന മട്ടിൽ ഞങ്ങൾ അവഗണിച്ചതായി അറിയിച്ചതുകൊണ്ട് പ്രൈം ഡിബേറ്റ് ഇന്നത്തെ ചർച്ചാ വിഷയത്തിലേക്ക്. ജിഷ്ണുവിനെ കൊന്നതാര്? തൃശൂർ പാമ്പാടി നെഹ്റു കോളേജിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ മാർച്ച് അക്രമാസക്തമായി. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മാനേജ്മെന്റിനെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. വിദ്യാഭ്യാസ മന്ത്രി സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറോട് റിപ്പോർട്ട് തേടി. നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ജിഷ്ണു ആത്മഹത്യ ചെയ്തത് മാനേജ്മെന്റിന്റെ പീഡനം മൂലമാണെന്നും സംഭവത്തിൽ കുറ്റക്കാരായവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ കോളേജിലേക്ക് മാർച്ച് നടത്തിയത്. ആദ്യം ABVP BJP പ്രവർത്തകരുടെ മാർച്ചായിരുന്നു. തുടർന്ന് KSU പ്രതിഷേധവുമായി രംഗത്തെത്തി. വിദ്യാർത്ഥികളുടെ അമർഷം കോളേജ് കെട്ടിടത്തിന് നേരെ തിരിഞ്ഞതോടെ പോലീസ് ലാത്തിവീശി. നിരവധി പേർക്ക് പരിക്കേറ്റു. തുടർന്ന് MSF പ്രകടനവുമായി എത്തി. സമാധാനപരമായി നടന്ന ഈ മാർച്ചിന് പിന്നാലെ സമരവുമായി SFI എത്തി. 500ഓളം പേർ പങ്കെടുത്ത മാർച്ചിൽ പ്രതിഷേധം അണപൊട്ടി. കോളേജ് ബോർഡ് ഉൾപ്പെടെ കയ്യിൽ കിട്ടിയതെല്ലാം വിദ്യാർത്ഥികൾ എറിഞ്ഞു തകർത്തു.
മണിക്കൂറുകൾ നീണ്ട സമരവേലിയേറ്റം തന്നെയായിരുന്നു കോളേജിൽ നടന്നത്. നടപടിയുണ്ടായില്ലെങ്കിൽ കൂടുതൽ പ്രക്ഷോഭത്തിനാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. വിദ്യാർത്ഥികൾക്കെതിരെ ലാത്തി വീഴ്ചയിൽ പ്രതിഷേധിച്ച് KSU നാളെ സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. പരീക്ഷയ്ക്ക് കോപ്പിയടിച്ച് ജയിക്കേണ്ട ഗതികേട് തന്റെ മകൻ ഉണ്ടായിരുന്നില്ല എന്ന് ജിഷ്ണു പ്രണോയിയുടെ അമ്മ. മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ജിഷ്ണുവിന്റെ അമ്മ പറഞ്ഞു. ഓനെ മാഷെല്ലാം ചതിച്ചതാടോ. ഇനി ഒരു മക്കൾക്ക് ബുദ്ധി വെറുതെ ആ മാഷ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണോ. എൻ്റെ പാപം മോനേനു, നല്ല മോനേനു, ഒരുപാട് സമയം ഇരുന്ന് പഠിക്കുന്ന മോനേനു. ആ മോനല്ലേ ഇത് സംഭവിച്ചത്. ഹോസ്റ്റലെല്ലാം പാർക്കുന്ന മക്കൾക്കെല്ലാം ഇത് കാണിച്ചു കൊടുത്താല് പോലെ അച്ഛനും അമ്മേൻ്റെ അടുത്തല്ലാലുള്ള ഈ മാഷക്ക് ഒന്ന് ഞാളെ വിളിക്കറേനോ, മാഷ അരിയത്തോനെ നിർത്തിയിട്ട് എന്നിട്ട് പോരേനോ. എൻ്റെ മോൻ 4:45 വരെ പരീക്ഷ എഴുതി. അതിന് ശേഷമായി പേപ്പറെല്ലാം വാങ്ങിയിട്ട്. തോരാത്ത കണ്ണീരുമായി ഉള്ളുപൊട്ടുന്ന വേദനയോടെയുള്ള ഈ വാക്കുകൾ വീട്ടിലുണ്ടായിരുന്ന ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കണ്ണ് നനയിച്ചു. SSLCക്ക് 81%, +2വിന് 75% മാർക്ക് വാങ്ങിയ ജിഷ്ണു എഞ്ചിനീയറിംഗ് 1ാം വർഷ പരീക്ഷയ്ക്ക് കോപ്പിയടിച്ചുവെന്ന് ആരും വിശ്വസിക്കില്ല. അങ്ങനെയെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തുണ്ട് കടലാസെങ്കിലും കോളേജ് അധികൃതർ തെളിവായി കാണിക്കട്ടെ എന്നാണ് അച്ഛൻ അശോകനും പറയുന്നത്. ഇവിടെ കുറേ ചെറുപ്പക്കാരോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ ശരിക്കൊരു മിലിറ്ററി സ്റ്റൈലിങ്ങിലാണ് സംസാരവും കാര്യമൊക്കെ. പിന്നെ അവൻ എങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ട്. പിന്നെ അതുകൊണ്ടെല്ലാം അവൻ സഹിച്ച് എത്തിരുന്നു. അവസാന നിമിഷം സഹിക്കാൻ ഇപ്പോഴത്തിൽ പറ്റൂല എന്ന് തോന്നിയിട്ടാണ് അധികം ചെയ്ത് മെയിൻ പറയുന്നത് CP പ്രവീൺ മാഷ് എന്നാണ് പറയുന്നത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പാമ്പാടി നെഹ്റു കോളേജ് 1ാം വർഷ BTech കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി ജിഷ്ണു ആത്മഹത്യ ചെയ്തത്. പരീക്ഷയിൽ അടുത്ത കുട്ടിയുടെ പേപ്പറിൽ നോക്കി എഴുതി എന്നാരോപിച്ച് അധ്യാപകൻ അപമാനിച്ചതിൽ മനംനൊന്താണ് കോഴിക്കോട് വളയം സ്വദേശി ജിഷ്ണു ആത്മഹത്യ ചെയ്തത്. ഈ മരണത്തിൽ ഞങ്ങൾക്ക് ദുരൂഹതയുണ്ട്. വിദ്യാർത്ഥി കോപ്പി അടിച്ചിട്ടാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു വിശ്വാസം ഞങ്ങൾക്കില്ല. കാരണം വിദ്യാർത്ഥി പഠിച്ച എല്ലാ വിദ്യാലയങ്ങളിലും ഫസ്റ്റ് മാർക്ക് വാങ്ങിക്കൊണ്ട് ആ വിദ്യാർത്ഥി പഠനം നടത്തിയിട്ടുണ്ട്. അത്തരം സ്ഥാപനങ്ങളിലെ എല്ലാ അധ്യാപകന്മാരെ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊരു ദുരൂഹ മരണമാണ്. ഇതിൽ ഒരുപാട് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കളികൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്താൻ വേണ്ടി ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നാളെ ഏഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുമായിട്ട് സഹായം ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. DYFI നേതാവ് ശ്രീ P. ബിജു തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ NM PSN ടെലിഫോണിലൂടെ ഈ ചർച്ചയിൽ ചേരും. ഇപ്പോൾ ശ്രീ കൃഷ്ണദാസ് കോളേജ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അദ്ദേഹം ടെലിഫോണിലുണ്ട്. ശ്രീ കൃഷ്ണദാസ്, നിങ്ങളുടെ വിശദീകരണം ഇക്കാര്യത്തിൽ എന്താണ്? ഇന്ന് നടന്നിട്ടുള്ള ഈ അക്രമം മുഴുവൻ വളരെ നീചമായി പോയി. കാരണം ഒരു കോളേജിൽ ഒരു വിദ്യാർത്ഥി കോപ്പി അടിച്ചതിന് അവിടുത്തെ ഇന്ന് നടന്ന ആക്രമണങ്ങളിൽ നിന്നല്ല നമുക്ക് തുടങ്ങേണ്ടത്. ജിഷ്ണുവിൻ്റെ ഈ കൊലപാതകത്തിൽ നിന്നാണ്. കൊലപാതകം എന്നാണ് പ്രയോഗിക്കേണ്ടത്, ആത്മഹത്യയാണ്. പക്ഷേ അത് മാനേജ്മെന്റിന്റെ പീഡനം കൊണ്ടാണ് ആ കുട്ടിക്ക്, വളരെ ബ്രില്യൻ്റായ കുട്ടിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്നത് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ചാണ് താങ്കളുടെ പ്രതികരണം വേണ്ടത്. ആക്രമണം അവിടെ നിൽക്കട്ടെ, ആ സംഭവം ഉണ്ടായതിനു ശേഷമാണല്ലോ അതുണ്ടായത്. ആ വിദ്യാർത്ഥിയെ കുറിച്ച് പറയട്ടെ. ആ വിദ്യാർത്ഥി ഈ പറയുന്ന ചർച്ചയ്ക്ക് വരുന്ന ആളുകളെക്കാൾ കൂടുതൽ വ്യക്തമായി അറിയുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയുടെ കസിൻ അതായത് ജ്യേഷ്ഠൻ എന്ന് പറയുന്ന ആൾ ഈ കോളേജിൽ പഠിച്ചിരുന്ന് കെൽട്രോണിൽ വലിയ ഉദ്യോഗസ്ഥനായിരിക്കുന്നു. ആ കുട്ടിയുടെ ഒരു ശ്രമഫലമായാണ് ഈ കുട്ടിക്ക് ഈ കോളേജിൽ അഡ്മിഷൻ കൊടുക്കുന്നത്. അതും ഈ കുട്ടി ഈ പറയുന്ന പോലെ മെറിറ്റ് അഡ്മിഷൻ അല്ല, NRI കോട്ടയിൽ വന്ന അഡ്മിഷനാണ്. ഈ കുട്ടിയെ സംബന്ധിച്ചോളം സാങ്കേതികമായി മികവുള്ളത് കൊണ്ട് ഈ കുട്ടിക്ക് എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ കിട്ടുകയും അതിനുശേഷം ഇപ്പൊ വരാൻ പോകുന്ന ഒരു ഓൾ ഇന്ത്യ ടെക്നിക്കൽ എക്സിബിഷനിന്റെ ആ കോളേജിലെ കൺവീനറായി പോലും ആ കുട്ടിയെ തെരഞ്ഞെടുത്തിരിക്കുക. ഞങ്ങള് അത്രയും നല്ല നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. പരീക്ഷയിൽ കോപ്പി അടിച്ചപ്പോൾ അതിന് ഇൻവിജിലേറ്റർ കുട്ടിയെ താക്കീത് ചെയ്യുകയും അതിനുശേഷം പ്രിൻസിപ്പാളും വൈസ് പ്രിൻസിപ്പാളും ഇത് ആവർത്തിച്ചാൽ ഇനിയുള്ള പരീക്ഷകൾ ഡീബാർ ചെയ്യപ്പെടും. ശ്രീ കൃഷ്ണദാസ്, SSLCക്ക് 80% മാർക്ക് നേടി വിജയിച്ച, +2വിന് 70% മാർക്ക് നേടിയ, പാഠ്യേതര പ്രവർത്തനങ്ങളിലും നല്ല മികവ് തെളിയിച്ചിട്ടുള്ള ജിഷ്ണു ഈ പരീക്ഷയ്ക്ക് കോപ്പിയടിച്ചിട്ടുണ്ട് എന്ന ആരോപണത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണോ?
ഞങ്ങൾ ആരോപണമല്ല ഇത് തെളിവുകൾ സഹിതം യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തതിന്റെ കാര്യമാണ് ഈ പറയുന്നത്. പിന്നെ ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം തന്നെ കെട്ടിച്ചമച്ചതാണ്. കാരണം ഒരു നിമിഷം ശ്രീ കൃഷ്ണദാസ്, SSLCക്ക് 80% മാർക്ക് നേടി വിജയിക്കുന്ന ഒരു കുട്ടി, അയാൾക്ക് +2-ന് 70% മാർക്കുണ്ട്, പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവ് കാണിച്ചിട്ടുള്ള നല്ല വിദ്യാർത്ഥിയാണ് അയാൾ നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എത്തുമ്പോൾ, ഇപ്പറയുന്ന തരത്തിൽ വളരെ ഡിസിപ്ലിൻഡായി നടക്കുന്നു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എത്തുമ്പോൾ പരീക്ഷയ്ക്ക് പാസ്സാവാൻ കോപ്പി അടിക്കേണ്ടി വരുന്നു എന്ന ഗതികേടിലേക്ക് എത്തും എന്നെങ്ങനെയാണ് താങ്കൾക്ക് പറയാനാവുക? അതെങ്ങനെയാണ് 80% SSLCക്ക് മാർക്ക് വാങ്ങിയ ഒരാൾ അവിടെ ചെല്ലുമ്പോൾ കോപ്പി അടിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് ചെന്ന് പെട്ടുപോവുക? അല്ല, ഇതിനകത്ത് +2-ന്റെ മാർക്കല്ല മാനദണ്ഡം. കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ പുതിയ സിലബസും അല്ല എന്റെ ചോദ്യം അതല്ല ശ്രീ കൃഷ്ണദാസ്, എന്റെ ചോദ്യം അതല്ല. അതായത് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റാണ് ജിഷ്ണു എന്നതിന് തെളിവായിട്ട് നമ്മുടെ മുന്നിൽ മാർക്ക് ലിസ്റ്റുകളുണ്ട്. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ കൊള്ളാവുന്ന സ്ഥാപനമാണെന്ന് നിങ്ങൾ പറയുന്നുമുണ്ട്, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്ഥാപനമാണെന്ന്. ഒരു നിമിഷം എന്റെ ചോദ്യം പൂർത്തിയാക്കാൻ അനുവദിക്കൂ. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്ഥാപനമാണെന്ന് താങ്കൾ പറയുന്നു. SSLCക്ക് 80%, +2-ന് 70% മാർക്ക് നേടിയ ഒരു കുട്ടി നിങ്ങളുടെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ കോപ്പി അടിച്ചാലേ ജയിക്കാനാകൂ എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അവിടെ തന്നെ ഉണ്ടല്ലോ വൈരുദ്ധ്യം. കോപ്പി അടിച്ചാലേ ജയിക്കാനാവുള്ളൂ എന്നുള്ളതല്ല ഇതിനർത്ഥം. കോപ്പി അടിച്ചത് കണ്ടതുകൊണ്ടാണ് ഇൻവിജിലേറ്റർ റിപ്പോർട്ട് ചെയ്തത്. താങ്കൾ എന്താണ് പറയുന്നത് ശ്രീ കൃഷ്ണദാസ്? അങ്ങേയറ്റം ആദ്യഘട്ടത്തിൽ തന്നെ പൊളിഞ്ഞു പോകുന്ന ആരോപണം, അതും അതിദാരുണമായി മരിച്ച ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ മരണത്തിൽ വേദനിക്കുന്ന സഹപാഠികളും ബന്ധുക്കളുമായിട്ടുള്ള ആളുകൾക്ക് മുന്നിൽ താങ്കൾ വീണ്ടും വീണ്ടും ഈ ആരോപണത്തെ എടുത്തു വെക്കുകയാണ്. അതെങ്ങനെയാണ് സാധ്യമാവുക? 80% മാർക്ക് വാങ്ങിയ, SSLCക്ക് വാങ്ങിയ, 70% +2-ന് വാങ്ങിയ ഈ വിദ്യാർത്ഥി കോപ്പി അടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു കള്ള ആരോപണമാണ്. ഒന്ന്, ശരിയായ ആരോപണമാണെങ്കിൽ ഇത്രമാത്രം നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ള ആ കുട്ടി അവിടെ എത്തുമ്പോൾ മാത്രം എങ്ങനെയാണ് മോശമായി പോയത്? അത്രമേൽ വലിയ അച്ചടക്കത്തിനിടയിൽ നിന്നും കോപ്പി അടിക്കാൻ അയാൾക്ക് തോന്നും വിധം ഏത് വിധത്തിലാണ് താഴേക്ക് പോയത് ആ കുട്ടി? അതിനും ഉത്തരം പറയേണ്ടത് നിങ്ങളല്ലേ? പറയാൻ കഴിയുള്ളൂ. കാരണം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ. എവിടെയാണ് നിങ്ങളുടെ ബഹുമാനം? എവിടെയാണ്? താങ്കൾ ഈ പറയുന്ന ഒരു ബഹുമാനവും കാണുന്നില്ല. ആദ്യ വാചകം തൊട്ട് താങ്കൾ ഇയാൾ കോപ്പി അടിച്ചിട്ടുണ്ട് എന്ന ആരോപണത്തിൽ നിൽക്കുകയല്ലേ. എങ്ങനെയാണ് അയാൾ കോപ്പി അടിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തുക? 80% ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഒരു വിദ്യാർത്ഥി കോപ്പി അടിച്ചാൽ ആ കോളേജിൽ അധ്യാപകർ അത് കണ്ടാൽ താക്കീത് ചെയ്യാൻ പാടില്ല എന്നാണോ ഈ രാജ്യത്തെ നിയമം? നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇടിമുറിയുണ്ട്, നിങ്ങൾ അയാളെ തല്ലിയിട്ടുണ്ട്, അയാളുടെ മൂക്കിന് കീഴെ മുറിവുണ്ട്. ഇതെല്ലാം ഇപ്പൊ പോലീസ് സർജൻ പോസ്റ്റ്മോർട്ടം നടത്തി റിപ്പോർട്ട് വരുമല്ലോ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്ത് അച്ചടക്ക നടപടി എടുത്താലും ആളുകൾക്ക് ആത്മഹത്യ ചെയ്യാൻ പാടില്ല തോന്നുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകരുത്. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളത് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ നിരന്തരം ജീവിതം. താങ്കൾ എത്രക്ക് നിസ്സാരമായിട്ടാണ് ഈ കാര്യങ്ങളെ കാണുന്നത് ശ്രീ കൃഷ്ണദാസ്? എത്രക്ക് നിസ്സാരമായാണ് താങ്കൾ ഈ കാര്യങ്ങളെ കാണുന്നത്? അല്ല, ഒരിക്കലും നിസ്സാരമായി കാണുകയല്ല. ഇതിലെ ബാക്കി വശങ്ങൾ കൂടി പരിശോധിക്കണം. എന്താണ് ആ വശങ്ങൾ? സമാധാനമായിട്ട് പറയൂ, എന്താണ് ആ വശങ്ങൾ? അതെ, ഇത് അറിഞ്ഞ അന്ന് തന്നെ ഈ സംഭവം നടക്കുന്ന വെള്ളിയാഴ്ച ഇത് നടക്കുന്നു. വെള്ളിയാഴ്ച രാത്രി അദ്ദേഹത്തെ താലൂക്ക് ആശുപത്രിയിൽ പോയി ഞാൻ കാണുന്നു, ബന്ധുക്കളെ കാണുന്നു. അതിനുശേഷം പിറ്റേ ദിവസം ഹർത്താലായിരുന്നു. അന്ന് തൃശ്ശൂരിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നു, നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം തിരിച്ചു വന്ന താങ്കൾ ആ ദാരുണ സംഭവം ഉണ്ടായതിനു ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ചാണ്, മാനേജ്മെന്റിന്റെ ഭാഗം ഭർത്താവ് എന്ന നിലയിൽ താങ്കൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതല്ല എന്റെ ചോദ്യം. എന്റെ ചോദ്യം ശ്രീ കൃഷ്ണദാസ്, ഈ ചോദ്യത്തിന് ഉത്തരം തരൂ. SSLCക്ക് 80% മാർക്കുണ്ടായിരുന്ന ആ കുട്ടി 70% മാർക്ക് നേടി +2 വിജയിച്ച ആ കുട്ടി, അയാൾ പാഠ്യേതര വിഷയങ്ങളിൽ കൂടെ മികവ് തെളിയിച്ചിരിക്കുന്ന ആ വിദ്യാർത്ഥി, കുടുംബത്തിലും നാട്ടിലും നല്ല തോതിൽ ബഹുമാനിക്കപ്പെടുന്ന, നല്ല സ്നേഹത്തോടെ പരിപാലിക്കപ്പെടുന്ന ആ കുട്ടി നിങ്ങളുടെ സ്ഥാപനത്തിനകത്തുണ്ടായ അതിദാരുണമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങേയറ്റം മോശമായിട്ടുള്ള അനുഭവത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കതിന് ഉത്തരവാദിത്തമില്ല എന്ന ആദ്യ വാചകത്തിൽ നിങ്ങൾ തള്ളിക്കളയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ മരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ വിദ്യാർത്ഥിയെ കുറിച്ച് ഞാൻ അറിയുന്നത് ഈ വിദ്യാർത്ഥിയെ ചേർക്കാൻ വന്ന ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനിലൂടെയാണ്. ഈ ജ്യേഷ്ഠൻ ആ കോളേജിൽ പഠിച്ച് വളരെ ഉന്നത നിലവാരത്തിൽ ജോലി ചെയ്യുകയാണ്. ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വിശ്വാസമില്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് ആ കുട്ടി ഇവിടെ ചേർക്കില്ല. അപ്പൊ ഞങ്ങളിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് അത് സംഭവിച്ചത്. ഒരൊറ്റ നിമിഷം താങ്കളുടെ ഭാഗത്ത് നിന്ന് എനിക്കൊരു ഒരു വിശദീകരണം വേണം. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? നിങ്ങൾ മരണമുണ്ടായതിനു ശേഷം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. മീഡിയ ചർച്ചകളിൽ ഈ വിദ്യാർത്ഥിയെ ഞങ്ങൾ ക്രൂരമായി പീഡിപ്പിച്ചു,
അങ്ങ് കൊലപ്പെടുത്തി എന്നുള്ള ആരോപണം ഉന്നയിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. എന്താ സംഭവിച്ചത് എന്ന് ഈ രാജ്യത്ത് എല്ലാവർക്കും അറിയാം. പോലീസ് പോസ്റ്റ്മോർട്ടത്തിൽ പോലീസ് സർജനാണ് നടത്തിയിരിക്കുന്നത്. ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുണ്ട്, അതിനുശേഷമുള്ള കാര്യങ്ങളുണ്ട്. അത് വരട്ടെ. അതിനു പുറമെ ഞങ്ങളും അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ആരോപണ വിധേയരായ 2 അധ്യാപകരെ മാറ്റി നിർത്തുകയും ഇന്ന് അവർക്കെതിരെ ഇന്നലെ മുതൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. മറ്റൊരു സീനിയർ പ്രിൻസിപ്പാളിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ കമ്മിറ്റി ഞങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, പോലീസ് അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇതൊക്കെ നിലനിൽക്കെ ഇതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയുടെ മാനസിക സംഘർഷം കൊണ്ടോ എന്തുകൊണ്ടോ ഇങ്ങനെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്നതിനെതിരെയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ കൃഷ്ണദാസ്, അല്പസമയം കൂടെ താങ്കൾ ടെലിഫോണിൽ നിൽക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പി ബിജു തിരുവനന്തപുരത്തുണ്ട്. ശ്രീ പി ബിജു, ഇതാണ് വിശദീകരണം. എങ്ങനെ കാണുന്നു താങ്കൾ? വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് ഈ നെഹ്റു കോളേജിൽ ഉണ്ടായിട്ടുള്ളത്. ആ പ്രശ്നത്തെ പോലും ഈ രൂപത്തിലല്ല. ഇതാണ് മാനേജ്മെൻറ്റൊക്കെ ഒരു രീതി. അവരിതാണ് പഠിച്ചിട്ടുള്ളത്. അവിടെ കോപ്പി അടിച്ചില്ലേ എന്നുള്ള പ്രശ്നമൊക്കെ അപ്രസക്തമാണ്. അതിനൊക്കെ പരിശോധിക്കാൻ മാർഗ്ഗങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ച് നിലപാട് സ്വീകരിക്കാനും യൂണിവേഴ്സിറ്റിയും മറ്റുമൊക്കെ അധികാരികളുണ്ട്. ഇവിടെ പ്രശ്നം എന്താ? ഈ മാന്യൻ്റെ കോളേജുമായി ബന്ധപ്പെട്ട് കുറേയധികം ക്ലിപ്പിങ്സ് ഞാനിപ്പോൾ ഒരു ചാനലിൽ പോയിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നിരിക്കുന്നത് ഈ കമ്പം തടിയുമായി കുട്ടികളെ അടിക്കാൻ? നിങ്ങളെന്തിനാണ് കോളേജിൽ ഇടപെടുന്നത്? നിങ്ങൾക്ക് വിദ്യാർത്ഥിയുടെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട് ഇടപെടാൻ എന്ത് അവകാശമാണ് ഈ മാനേജർക്കുള്ളത്? നിങ്ങൾ PROയും വെച്ച് കുറേ കവലച്ചട്ടമ്പിമാരെ പോലെ കുറേ അധ്യാപകർ എന്ന് പറഞ്ഞ് പേരും വെച്ചിട്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ അടിക്കുക. അതല്ലേ ഇവിടുത്തെ പ്രശ്നം. ഇതൊരു പുതിയ സംഭവമല്ലല്ലോ. ഇതൊരു കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന പ്രശ്നം എന്താണ്? അതൊരു വിദ്യാഭ്യാസ സ്ഥാപനമല്ലേ? അത് നിങ്ങൾ മറ്റേതെങ്കിലും ബിസിനസ് നടത്തുന്ന പോലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്താൻ പാടുണ്ടോ? ഇവിടെ ഞാൻ പങ്കെടുത്ത ചർച്ചയ്ക്കകത്ത് അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആക്ഷേപം, ഒന്ന്, ഫൈൻ ഈടാക്കുന്നു തുടർച്ചയായി. എന്തിനാണ് നിങ്ങൾ തുടർച്ചയായി ഈ ഫൈൻ ഇങ്ങനെ ഈടാക്കുന്നത്? കുട്ടികൾ മുടി നീട്ടി വളർത്തിയ കുഴപ്പം, ഷേവ് ചെയ്താൽ കുഴപ്പം, ഇതൊക്കെ പരിശോധിക്കാൻ നിങ്ങൾ എന്തിനാണ് ഒരു സമാന്തര സംവിധാനം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഉണ്ടാക്കുന്നത്? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റായ നിലപാടാണ്. നിങ്ങളെ പണത്തിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു വിദ്യാഭ്യാസ സ്ഥാപനം നിങ്ങൾ വേറെ ഏതോ ബിസിനസ് നടത്തുന്ന പോലെ നടത്താനാണ് ശ്രമിക്കുന്നത്. അത് കേരളത്തിൽ അംഗീകരിക്കപ്പെടില്ല. നിങ്ങൾ ഈ ധാർഷ്ട്യ അവസാനിപ്പിക്കണം. നിങ്ങൾ ഈ തെറ്റായ നിലപാട് അവസാനിപ്പിക്കണം. ഈ നെഹ്റു കോളേജിലെ താങ്കളിലേക്ക് തിരിച്ചു വരാം. അദ്ദേഹത്തിന് പോകേണ്ടത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ കൃഷ്ണദാസ്, അദ്ദേഹം പറയുന്ന പോലുള്ള ആരോപണങ്ങൾ കുട്ടികൾ ഉന്നയിക്കുന്നത്, നിങ്ങളെ പേടിച്ച് മുഖം മൂടി വെച്ചും തിരിഞ്ഞു നിന്നുമാണ് ആ കുട്ടികൾ പറയുന്നതൊക്കെ ഞങ്ങളുടെ കൈവശവുമുണ്ട്. ശ്രീ കൃഷ്ണദാസ്, താടി ഫൈൻ 200 രൂപ, ചെരുപ്പ് ഫൈൻ 100 രൂപ, കളർ ഷൂ ഫൈൻ 100 രൂപ, ഒരു നിമിഷം 100 രൂപ, ഹെയർ കട്ട് ഫൈൻ 100 രൂപ, ടാഗ് ഫൈൻ 500 രൂപ, ലേറ്റ് ഫൈൻ 200 രൂപ, കോമൺ ഫൈൻ 5000, ക്ലാസ് ബർത്ത്ഡേ കേക്ക് മുറിച്ചാൽ ഫൈൻ 1000, മലയാളം സംസാരിച്ചാൽ ഫൈൻ 100, കൂട്ടുകാരിയോട് സംസാരിച്ചാൽ ഫൈൻ 100. ഇതൊക്കെ ആ കുട്ടികൾ എഴുതി ഫേസ്ബുക്കിൽ പോലുള്ള സ്ഥലങ്ങളിൽ ഇടുന്നതാണ്. അവിടെ പഠിക്കുന്ന കുട്ടികൾ. അത് തന്നെയാണ് അതിന്റെ വസ്തുത. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വെറുതെ ട്രോളുകളായി. ശരി, ഇത് എഴുതിയതാണെന്ന് വിചാരിക്കാം. ഇത് എഴുതിയതാണെന്ന് പറയാം. ആഷിഖ് അബു അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ താങ്കൾ? വടിയുമായി നിൽക്കുകയാണ് അവിടെ പറയുന്ന ഫോട്ടോ ആ കോളേജിലെയോ അവിടെ ഉള്ള ആളുകളുടെയോ ഒന്നും തന്നെയല്ല. ആഷിഖ് അബു എന്തിനാണ് ഇതിലൊരു കക്ഷി ചേർന്നതെന്ന് പോലും എനിക്ക് മനസ്സിലായി. കക്ഷി ചേർന്ന് പോകും ശ്രീ കൃഷ്ണദാസ്, കക്ഷി ചേർന്ന് പോകും. മാനുഷികതയുള്ള ആരും കക്ഷി ചേർന്ന് പോകും. നിങ്ങൾ ഉൾപ്പെടുന്ന ഈ സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ഏക NSS NCC ഉള്ള ക്യാമ്പസാ. അതിനർത്ഥം ഇവിടെ എല്ലാ വർഷവും 100 കണക്കിന് വിദ്യാർത്ഥികൾ പ്ലേസ്മെന്റ് കിട്ടുന്നു, ഏറ്റവും കൂടുതൽ റാങ്കുകൾ കിട്ടുന്നു, ഏറ്റവും നല്ല NSSനുള്ള അവാർഡുകൾ കരസ്ഥമാക്കുന്ന വിദ്യാഭ്യാസം. എന്നിട്ടും എന്തുകൊണ്ടാണ് ശ്രീ കൃഷ്ണദാസ് കുട്ടികൾ വന്ന് ഇക്കാര്യങ്ങൾ പറയുന്നത്? എന്നിട്ടും എന്തുകൊണ്ടാണ് കുട്ടികൾ വന്ന് ഇക്കാര്യം പറയുന്നത്? സമ്മതിക്കൂ, നിങ്ങൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കൂ. നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന അജണ്ടയാണ് നടപ്പാക്കേണ്ടതെങ്കിൽ ഞാൻ ഫോണിൽ നിന്ന് മാറിത്തരാം. താങ്കൾ ഉദ്ദേശിക്കുന്ന അജണ്ടയല്ല നടപ്പാക്കേണ്ടത്. താങ്കൾ ഈ മരണത്തിന് ശേഷം പോലും സംസാരിക്കുന്നത് നിങ്ങളുടെ ഭാഗത്ത് ന്യായീകരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട പ്രാഥമികമായ ശ്രീ കൃഷ്ണദാസ്, ഒരു നിമിഷം, ഞാൻ താങ്കൾക്ക് സമയം തരാം. ഒരു വിദ്യാഭ്യാസ സ്ഥാപനമല്ല ഞങ്ങളുടേത്. കഴിഞ്ഞ 48 വർഷമായി 2 സംസ്ഥാനങ്ങളിലായി 10,000 ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയിട്ടുള്ള സ്ഥാപന. അതിനകത്ത് കേവലം 5%, 10% വിദ്യാർത്ഥികൾ എന്തെങ്കിലും കാരണം കൊണ്ട് വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തം മാനേജ്മെന്റ് ഏറ്റെടുക്കേണ്ടതില്ല.
പിന്നെ എല്ലാ കോളേജുകളും അവിടെ ഗവേണിംഗ് കൗൺസിൽ ഉണ്ട്, അവിടെ PTA ഉണ്ട്, അങ്ങനെ പലതുമുണ്ട്. അവരാണ് കോളേജ് നിയന്ത്രിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന ഞാൻ മാനേജിംഗ് ട്രസ്റ്റ് ചെയർമാനായ ഞാനല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ മൊത്തത്തിലുള്ള ഗവേണിംഗ് ബോഡിയിൽ ഒരാൾ മാത്രമാണ് ഞാൻ. അല്ല, അതൊക്കെ ശരി, താങ്കളെ മാത്രമായിട്ട് കുറ്റപ്പെടുത്തുകയൊന്നുമല്ല. പക്ഷേ ഇമ്മട്ടിലല്ല സംസാരിക്കേണ്ടത്. ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ സംസാരിക്കുമ്പോൾ ഇമ്മട്ടിലേ അല്ല. എന്തുകൊണ്ടെന്നാൽ ഒരു വിദ്യാർത്ഥി അവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണല്ലോ നാം സംസാരിക്കുന്നത്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി. സമൂഹ മാധ്യമങ്ങളൊക്കെ വിട്ടുകളയോ. ഒരു കുട്ടിയുടെ മരണം അവിടെ ഉണ്ട് ശ്രീ കൃഷ്ണദാസ്. താങ്കളുടെ സ്ഥാപനത്തിൽ, മഹത്തായ സ്ഥാപനത്തിനെതിരെയുള്ള ആരോപണങ്ങൾ മാത്രമല്ല, ഒരു കുട്ടിയുടെ മരണം അവിടെ ഉണ്ട്. ആ രക്ഷിതാക്കൾക്കിടത് കരയുന്നുണ്ട് അവിടെ. അത് ഈ പറഞ്ഞതുപോലെയാണ്, നിങ്ങൾ ഈ പറയുന്നത് പോലെയല്ല. 80% മാർക്ക് വാങ്ങി SLC പാസ്സായ കുട്ടിയാണ് അയാൾ. 70% +2 വാങ്ങിയ ആളാണ് അയാൾ. അതുപോലുള്ളൊരു കുട്ടിയുടെ മാനസികമായിട്ട് തകർത്തിട്ട് അയാൾ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ട് പിന്നെ വന്നിട്ട് ഞങ്ങളുടെ സ്ഥാപനം മഹത്തരമാണ് എന്ന് പറയുന്നത് ആരാണ് അനുവദിച്ചു തരിക ശ്രീ കൃഷ്ണദാസ്? ഇതാണോ പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങൾ പറയേണ്ടത്? ഞാനൊരു കാര്യം പറയട്ടെ. കേരളത്തിലെ പ്രമുഖരായ പലരുടെയും മക്കൾ പഠിച്ച സ്ഥാപനമാണ്. അതുകൊണ്ടെന്താണ് നിങ്ങളുടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്, അവിടെ ആളുകൾ പലരും പഠിക്കും. അതുകൊണ്ട് ഇതൊക്കെ ഒരു ന്യായീകരണമാണോ ശ്രീ കൃഷ്ണദാസ്? ഇടക്കേറി ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ഇടപെടാറുമില്ല. പക്ഷേ ഈ പറയുന്നത് മുഴുവൻ ശരിയല്ലാത്ത ലോജിക്കാണ്, ശരിയല്ലാത്ത കാര്യങ്ങളാണ് താങ്കൾ ഈ പറയുന്നത്. ആദ്യം അവർക്കെതിരെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ ഉണ്ടെന്ന് കുട്ടികൾ പറയുന്നു. നിങ്ങൾ അതിനെതിരെ നടപടിയെടുത്തോ? നിങ്ങൾ കുട്ടികളെ ഇങ്ങനെ തല്ലി പഠിപ്പിക്കുന്ന ആളുകളായിട്ടാണോ ഈ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇടിമുറി എന്തിനാണ് അവിടെ? എന്തിനാണ് ഇമ്മട്ടിലുള്ള ഫീസ്? ഈ പറയുന്ന യാതൊന്നും തന്നെ ഇല്ലാന്ന് അവിടുത്തെ കുട്ടികളാണല്ലോ പറയുന്നത്. മരണത്തിന് ശേഷം അവിടുത്തെ കുട്ടികളാണല്ലോ പറയുന്നത്. അവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ പറഞ്ഞല്ലോ ഇത്തരത്തിൽ ഒന്നും തന്നെ അവിടെ ഇല്ല എന്ന്. ഞാനല്ല പറഞ്ഞത്. അത് മാത്രമല്ല, ഈ ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഇതൊരു ദാരുണമായ വലിയൊരു സംഭവമാണ്. അതിലെല്ലാവർക്കും ദുഃഖമുണ്ട്. പക്ഷെ അതിനെ വേറെ ഒരു രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ഇത് സ്വാശ്രയ വിദ്യാഭ്യാസ മേഖല മുഴുവൻ മോശക്കാരാണെന്നും കോളേജുകൾ മോശമാണെന്നും വരുത്തി തീർക്കാനുള്ള ഒരു കുലസിത ശ്രമത്തിന്റെ ഭാഗം മാത്രമാണിതെന്നാണ് ഞാൻ. ഉറപ്പല്ലേ ശ്രീ കൃഷ്ണദാസ്? ഉറപ്പല്ലേ? അവിടെ ചോദിക്കാനും പറയാനും വിദ്യാർത്ഥി സംഘടനകളോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മകളോ ഉണ്ടായിരുന്നെങ്കിൽ, അതിന് നിങ്ങൾ അനുവദിച്ചിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. ഒരു കാര്യം കൂടെ എന്നെ പറയാൻ അനുവദിക്കണം. ഈ അന്വേഷണങ്ങൾക്കെല്ലാം ശേഷം അന്വേഷണങ്ങൾ മുഴുവിപ്പിക്കുമ്പോൾ ഇത് ഇത്തരത്തിലല്ല, ഇതൊരു സ്വാഭാവികമായ ആത്മഹത്യയായിരുന്നു എന്ന് തെളിഞ്ഞാൽ ഇപ്പൊ അവിടെ സംസാരിക്കുന്ന SFIന്റെ നേതാക്കൾ ഈ കോളേജിലുണ്ടായ കഷ്ടത്തിനും നഷ്ടത്തിനും ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ? എന്റെ ചോദ്യം അതാണ്. ഞാൻ തിരിച്ചു വരാം താങ്കൾ. താങ്കൾക്ക് പറയാം. അല്ല, പല കാര്യങ്ങൾക്കും ശ്രീ കൃഷ്ണദാസ് മറുപടി പറയേണ്ടി വരും. ഇതിപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. എനിക്ക് നന്നായിട്ട് ഈ സ്ഥാപനത്തെക്കുറിച്ച് പല രൂപത്തിൽ അന്വേഷിച്ച് ഇപ്പോൾ TV യിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളുടെ 4 ചില്ല് പോയതല്ല പ്രശ്നം. നിങ്ങളതൊരു ജയിൽ പോലെ കുറേ നാളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കുറേ കവലച്ചട്ടമ്പിമാരെ അവിടെ സെക്യൂരിറ്റി ആക്കിയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്കെന്തിനാ PRO? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കോടാനുകോടി രൂപ നിങ്ങൾ പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും പരസ്യം കൊടുക്കുകയാണ്. അപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായാൽ വാർത്തകൾ വരില്ല. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ സമീപനം നിങ്ങൾ സ്വീകരിക്കുന്നു. ഇവിടെ കേരളത്തിലെ സ്വാശ്രയ കോളേജ് മുഴുവൻ അടച്ചുപൂട്ടിക്കാനല്ല ഈ രൂപത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. നിങ്ങൾ അവിടെ തെറ്റായ നിലപാട് സ്വീകരിക്കുന്നു. നിങ്ങൾ കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നു. നിങ്ങൾ അൺക്വാളിഫൈഡ് ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ അറിയാത്ത അധ്യാപകർ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നു. നിങ്ങൾ തെറ്റായ ശിക്ഷണ നടപടികൾ ഉപയോഗിക്കുന്നു. നിങ്ങളവിടെ പ്രിൻസിപ്പളിനെ നോക്കുകുത്തിയായിട്ട് നിങ്ങൾ തന്നെ ഭരിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് ഞാനൊരു പങ്കെടുത്ത ചർച്ചയിൽ ഒരു വിദ്യാർത്ഥി പറയുന്നത് ഒരു മാനേജർ ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ എന്നാണ്. എന്തുകൊണ്ട്? നിങ്ങൾ എന്തിനാണ്? ഞാൻ അതല്ലേ ചോദിക്കുന്നത്. ഒരു കുട്ടി, നിങ്ങൾ സ്ഥാപന മേധാവിയാണെങ്കിൽ നിങ്ങളുമായി സംസാരിക്കേണ്ട ഒരു കാര്യവും വരുന്നില്ല. ആ കുട്ടിയുടെ അച്ചടക്കവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ടോ നിങ്ങളെന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നത്? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നിങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട്, നിങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട കുറേ രക്ഷിതാക്കൾ അവിടെ കുട്ടികളെ കൊണ്ട് ചേർക്കും. ഒരൊറ്റ നിമിഷം കൃഷ്ണദാസ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് ശ്രീ P. ബിജു, പക്ഷേ അദ്ദേഹം പറയുന്നതിനെ കൂടെ മുഖവിലേക്ക് എടുത്താൽ അങ്ങനെയുണ്ടല്ലോ. അദ്ദേഹം പറയുന്നതിലൂടെ അദ്ദേഹത്തിന് പൂർണ്ണ വിശ്വാസമുള്ള കാര്യങ്ങളാണ് പറയുന്നതെന്നാണല്ലോ പറയുന്നത്. അദ്ദേഹത്തെ കൂടെ വിശ്വാസത്തിലെടുത്താൽ ഈ കുട്ടി വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു കുട്ടിയായിരിക്കണം. ഒരു പക്ഷേ 80%, 70% ഒക്കെ മാർക്ക് വാങ്ങി നല്ല തോതിൽ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടുപോകുന്നൊരു കുട്ടി ഏതോ ദുർബലമായ നിമിഷത്തിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകണം. കണ്ടുപിടിക്കപ്പെട്ട് ചീത്ത വിളിക്കപ്പെട്ടതിലുള്ള അപമാന ഭയത്താൽ ആ കുട്ടി ആത്മഹത്യ ആകാം, അതിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന അവരുടെ നിലപാട് ഏതെങ്കിലും നിലക്ക് ന്യായീകരിക്കാവുന്നതാണോ? അല്ല, അതല്ല ഞാൻ പറഞ്ഞല്ലോ, അതല്ല ഇഷ്യൂ. ഇവിടെ പ്രശ്നം എന്താണ്? ഈ ഒരു സംഭവം ഉണ്ടായി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആ കോളേജുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ എന്താണ്?
ഇത് ഞങ്ങളാരും അല്ലല്ലോ പറയുന്നത്. അവിടെ പഠിച്ചിട്ടുള്ള കുട്ടികൾ, അവിടെ അതിന് പക്ഷേ നമ്മുടെ മുന്നിൽ ഇപ്പോഴും തെളിവില്ല ശ്രീ പി ബിജു. അതിന് പക്ഷേ അങ്ങനെയൊക്കെയാണ് എന്ന് വിചാരിക്കുമ്പോൾ തന്നെയും ആ കുട്ടികൾ വളരെ വൈകാരികമായി ഈ ഘട്ടത്തിൽ പറയുകയാണ്. എങ്കിൽ തന്നെയും ഈ ഇടിമുറി പോലുള്ള സംഭവങ്ങൾ, ഈ തല്ലുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മുടെ മുന്നിൽ തെളിവുകളൊന്നുമില്ലല്ലോ. ആ കുട്ടികൾ പറയുന്നതല്ലേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ഒരു മറുവശം കൂടെ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെയല്ല ഒരിക്കലും. എങ്കിൽ രക്ഷിതാക്കൾ പറയണമല്ലോ എൻ്റെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവരൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. ഒരു PRO വെച്ച് കുറേ സംവിധാനമൊക്കെ വെച്ച്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഈ ക്ലിപ്പിംഗ് ഞങ്ങളുടെ കോളേജിലല്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കേസ് കൊടുക്കണ്ടേ? ഈ തെറ്റായ വ്യാജ പ്രചരണം ഞങ്ങൾക്കെതിരെ നടത്തുകയാണ് എന്ന് കേസ് കൊടുക്കേണ്ടല്ലേ? നിങ്ങളുടെ സംഘടനക്കെതിരെ ഇത് അവിടുത്തെ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ 48 വർഷമായി നിലനിൽക്കുന്ന സ്ഥാപനത്തിനെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു ശ്രമത്തിനെ ഞാൻ കേസ് കൊണ്ടും കേസൊക്കെ കൊടുക്കാൻ എളുപ്പമാണ് ശ്രീ കൃഷ്ണദാസ്. കേസ് കൊടുക്കും താങ്കൾ, എനിക്കറിയാം, അങ്ങനെ ചെയ്യും. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷേ നോക്കൂ, കോപ്പി അടിച്ചു എന്ന് പറയുന്നു. എവിടെയെങ്കിലും ഒരു തുണ്ട് കടലാസിന്റെ ഭാഗമായി തെളിവ് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ബന്ധുക്കളടക്കം എന്നുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട്. ഈ തെളിവുകൾ എന്ന് പറയുന്നത് ആളുകളുടെ കൈകളിൽ കൊടുക്കാനുള്ളതല്ല. ഈ തെളിവ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കാനുള്ളതാണ്. അവരത് കൈപ്പറ്റിയിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് അവരുടെ കൈവശമുണ്ട്. ഞങ്ങളാരും പറയുന്നതല്ല. ആദ്യം അത് മനസ്സിലാക്കണം. പക്ഷേ ഈ ദാരുണമായ ഈ സംഭവത്തിൽ ഞങ്ങളെല്ലാം ഖേദിക്കുന്നു, ദുഃഖിക്കുന്നു. പക്ഷെ ഇതിനെ വളച്ചൊടിച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തിനെ മുഴുവൻ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ഈ ശ്രമത്തിനെയാണ് ഞാൻ എതിർക്കുന്നത്. ശ്രീ കൃഷ്ണദാസ്, നേരത്തെ ശ്രീ ബിജു ചൂണ്ടിക്കാണിച്ച പോലെ നിങ്ങൾ മറ്റെന്തൊക്കെയോ കച്ചവടം നടന്നത് പോലെയാണ് ഇതിനെയും നടത്തുന്നത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് 10, 18, 20 വയസ്സുള്ള കുട്ടികളോട് ഏത് നിലക്കാണ് പെരുമാറേണ്ടത് ഈ ഇത്തരം സാഹചര്യങ്ങൾ എന്നത് പോലും അറിയാത്ത ആളുകളാണ് നിങ്ങൾ ആളുകളെ തല്ലിയും ഭീഷണിപ്പെടുത്തിയും കൈകാര്യം ചെയ്ത് കളയാം എന്നാണ് വിചാരിക്കുന്നത്. ഇതെല്ലാം അടിസ്ഥാനരഹിതമായ അടിസ്ഥാനരഹിതമാവുക. താങ്കൾ പറയുന്നത് മാത്രം എങ്ങനെയാണ് വിശ്വസിക്കേണ്ടി വരിക? എത്രയോ കുട്ടികൾ വന്ന് ആളുകൾക്ക് മുന്നിൽ പോലീസ് അന്വേഷിക്കട്ടെ, ഗവൺമെന്റ് അന്വേഷിക്കട്ടെ, യൂണിവേഴ്സിറ്റി അന്വേഷിക്കട്ടെ. എനിക്ക് തോന്നുന്നത് താങ്കൾക്ക് ഈ പണം ഉള്ളതിന്റെ നല്ല ധാർഷ്ട്യമുണ്ട് നിങ്ങളുടെ മാനേജ്മെന്റ് എന്നാണ്. ഒരിക്കലുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ അല്ലാതെ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ സംസാരിക്കുക സാധ്യമല്ല. അന്വേഷണം വേണമെന്ന് പറയുന്നതാണോ ധാർഷ്ട്യം? ഞങ്ങളെ കുറ്റക്കാരായി ആരോപിച്ച് നിങ്ങൾ ഇപ്പോഴും എന്താണ് പറയുന്നത് ശ്രീ കൃഷ്ണദാസ്? ഒന്ന് ആലോചിച്ചു. നിങ്ങൾ എന്താണ് ഇപ്പോഴും പറയുന്നത്? അയാൾ കോപ്പി അടിച്ചിട്ടുണ്ട്, അയാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ കുഴപ്പം, ഞങ്ങൾ എന്തിനാണ് കുറ്റപ്പെടുന്നതെന്നാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് അതിനു മുമ്പ് വരെ നല്ല അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നൊരു കുട്ടി മാനസിക വ്യതിയാൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്ന് വന്നാൽ കോപ്പി അടിച്ചിട്ടുണ്ടോ എന്നത് അപ്രസക്തമാണ്. നേരത്തെ ബിജു പറഞ്ഞതുപോലെ അപ്രസക്തമാണ്. അവരുടെ കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ, കുഴപ്പത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനെയും കൂടെ നിർത്തി എന്നെ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നോ എന്ന് അമ്മ നേരത്തെ ചോദിക്കുന്നത് കേട്ടോ താങ്കൾ? അവനെയും കൂടെ നിർത്തി ആ അധ്യാപകൻ എന്നെ ഒന്ന് ഫോൺ വിളിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുമായിരുന്നോ എന്ന് ചോദിക്കുന്നത് പോലും കേൾക്കാനാകാത്ത നിങ്ങൾ കച്ചവടക്കാരാണ്. വിദ്യാഭ്യാസ സ്ഥാപനം നടന്ന ആൾക്കാരല്ല. ഈ കാര്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഞാൻ ഈ ഇപ്പൊ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടല്ല, അത് എല്ലാവർക്കും ദുഃഖമുള്ള ഒരു വസ്തുതയാണ്. ഇതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിനെ വെച്ചുകൊണ്ട് ഒരു പാവം വിദ്യാർത്ഥിയുടെ മരണത്തിനെ ഇങ്ങനെ കമേഴ്ഷ്യലൈസ് ചെയ്തുകൊണ്ട് കേരളത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളും ഇത്തരം ദുഷ്പ്രചരണം നടത്തുന്ന ഇത്തരം അനുഭവമാണ് എനിക്ക് ഇത് ദുഃഖകരമായി തോന്നുന്നത്. അത് നിലനിർത്തിയാൽ, അത് ഇനിയും തുടർന്നാൽ ഈ കേരളത്തിന്റെ അവസ്ഥ എന്താവും? ന്യായവും അന്യായവും തിരിച്ചറിയാനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. അത് മനസ്സിലാക്കട്ടെ, അത് അന്വേഷിക്കട്ടെ. ആ അന്വേഷണത്തിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതിലെന്താ ഇത്ര തെറ്റ്? ബിജു അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഏത് വിധത്തിലാണ് ഇതിനോട് പ്രതികരിക്കേണ്ടത്? ഒപ്പം എന്തുകൊണ്ടാണ് ഈ സ്വന്തം കുഴപ്പങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത മാനേജ്മെന്റുകളുടെ കീഴിൽ പോലും ഇത്തരം കോളേജുകൾ ഒട്ടും കുഴപ്പങ്ങളില്ലാതെ നടന്നു പോകുന്നത്? എവിടെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ രംഗത്ത് പിഴച്ചത്? അത് വിദ്യാർത്ഥികളുടേതല്ലാതായി മാറിയത്, അവരുടെ കൊലക്കളമായി സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറിയത് എന്തുകൊണ്ടാണ്? അല്ല, ഇത്തരം സമീപനം സ്വീകരിക്കുന്ന മാനേജ്മെൻറ്റുകൾ ഈ കേരള സമൂഹത്തിന് തന്നെ ഭീഷണിയാണ്. പലപ്പോഴും നിയമങ്ങൾ അട്ടിമറിച്ചുകൊണ്ടാണ് ഇവർ പോകുന്നത്. നിലവിലുള്ള എല്ലാ നിയമങ്ങളെയും അവർ അട്ടിമറിക്കും. ഇവർക്ക് ഫൈൻ ഈടാക്കാൻ ഒരു നിയമം ഇവർക്ക് പറയുന്നില്ല. ഇവരിങ്ങനെ ഫൈൻ ഈടാക്കും. ഇപ്പോൾ അദ്ദേഹം ഏറ്റവും വലിയ കുറ്റമായി ആരോപിക്കുന്ന കാര്യം എന്താ? കോപ്പി അടിച്ചു. അതെന്താ പുതിയ സംഭവം? ഞാനിപ്പോൾ 6 മാസം ഒരു സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പറായിട്ടുള്ള ഒരാളാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരാറുണ്ട്. അതിന് യൂണിവേഴ്സിറ്റി അച്ചടക്ക നടപടി സ്വീകരിക്കും, അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണം വരുത്തും. അങ്ങനെ പിടിക്കുന്നവരെല്ലാം പോയി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ അതല്ല പ്രശ്നം. ഈ കോളേജുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോഴും അതിനെ വളച്ചൊടിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ കോളേജുമായി ബന്ധപ്പെട്ട്
തെറ്റായ ചില അല്ലെങ്കിൽ അനഭിലഷണീയമായ ചില പ്രവണതകളുണ്ട്. അവർ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള രൂപത്തിലല്ല നടത്തുന്നത്. കുട്ടികളോട് മോശമായി ഇടപെടുന്നു. അവിടെ പ്രിൻസിപ്പൾക്ക് ഒരു നിയന്ത്രണവുമില്ല. അവിടെ PRO ഈ മാനേജറും അയാൾ വെച്ചിരിക്കുന്ന കുറേ ആൾക്കാരുമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അവരെ ഉപദ്രവിക്കുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു, അവരെ വല്ലാതെ ഹറാസ് ചെയ്യുന്നു. ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് പുറത്തുള്ള ഒരാളല്ല, അവിടെ തന്നെ പഠിക്കുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഒക്കെയാണ്. അപ്പോൾ അവരെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർ തന്നെയാണ് പല സമ്മർദ്ദത്തിനകത്തു നിന്നുകൊണ്ടാണ് അവരിത് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലവിലുള്ള പലപ്പോഴും രക്ഷിതാക്കളോ വിദ്യാർത്ഥികളോ പരസ്യമായി പ്രതികരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. എന്താ പ്രശ്നം? ഇപ്പോൾ അവിടെ പോയി ചേർന്ന് പോയി. ഇപ്പോൾ ഇന്റേണൽ മാർക്ക് അടക്കം ഇടുന്നത് കോളേജുകളിൽ നിന്നാണ്. ഇനി മാർക്ക് വെട്ടി കുറയ്ക്കുമോ? കുട്ടിയുടെ ഭാവി പോവുമോ? അത്തരം പ്രശ്നങ്ങളെല്ലാം സമയക്കുറവുകൊണ്ടാണ്. ഇപ്പോൾ KSU നേതാവ് ശ്രീ BS ജോയ് കൂടെ ടെലിഫോണിലുണ്ട്. ശ്രീ BS ജോയ്, നിങ്ങളും SFI അടക്കമുള്ള ആളുകളും പൊതുസമൂഹമാകെ തന്നെയും മാധ്യമങ്ങളും ഇന്ന് ഇക്കാര്യത്തിലൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, അങ്ങേയറ്റം ദാരുണമായ സംഭവത്തിൽ. പക്ഷേ ഈ നിലപാടുകൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന കാര്യമാണ് ഇപ്പോൾ പോലും അല്പം മുമ്പ് പോലും മാനേജ്മെൻറ്റ് വ്യക്തമാക്കുന്നത്. അതിൻ്റെ പ്രതിനിധിയായി വന്നിരിക്കുന്ന ശ്രീ കൃഷ്ണദാസ് വളരെ ആർജവത്തോടുകൂടി ഞങ്ങൾ അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇവരെയൊക്കെ വഴക്കി കൊണ്ടുവരാൻ സാധിക്കുക? എന്തുകൊണ്ടാണ് ഇത്രമാത്രം ധൈര്യം? ശ്രീ BS ജോയ്. അല്ല, മാനേജ്മെന്റിന്റെ വാദഗതികൾക്ക് യാതൊരു വിശ്വാസ്യതയില്ല. അവരാദ്യം പറഞ്ഞിരുന്നത് തുണ്ട് കടലാസ് വെച്ച് കോപ്പി അടിച്ചു എന്നാണ് ഈ കുട്ടിയുടെ ബന്ധുക്കളോട് പറഞ്ഞത്. പിന്നെ തുണ്ട് കടലാസ് എവിടെ, അതിന് തെളിവ് എവിടെയെന്ന് അവർ ചോദിച്ചപ്പോഴാണ് മാനേജ്മെന്റ് നോക്കി എഴുതി എന്ന ആക്ഷേപം പറഞ്ഞത്. അങ്ങനെ നോക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ മണിക്കൂറുകളുടെ മാനസികവും ശാരീരികവുമായ പീഡനത്തിന് വിധേയനായി ഈ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോ ആ കുട്ടിയുടെ ഹോസ്റ്റലിലെ ബാത്റൂം ചവിട്ടി പൊളിച്ച് വിദ്യാർത്ഥികൾ ഈ കുട്ടിയെ പുറത്തെടുത്ത് ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വാഹനം ആവശ്യപ്പെട്ടപ്പോ അധ്യാപകർ വാഹനം കൊടുത്തിട്ടില്ല. ഈ സ്ഥാപനത്തിലെ അധ്യാപകരും അനധ്യാപകരും മാനേജ്മെന്റിന്റെ ബന്ധപ്പെട്ട ആളുകളും ഗുണ്ടാ തലവന്മാരെ പോലെ പെരുമാറുന്നുവെന്ന വിദ്യാർത്ഥികളുടെ വാദഗതികൾക്ക് അടിവരയിടുന്ന പ്രവർത്തനങ്ങളാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തയ്യാറായിട്ടില്ല. എന്തിനേറെ പറയുന്നത്, ഈ വിദ്യാർത്ഥികളുടെ വീട് ഇതുവരെ ഈ മാനേജ്മെന്റ് ആരെങ്കിലും. തീർച്ചയായും അത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരം ആക്ഷേപങ്ങളും വിമർശനങ്ങളും വന്നിട്ട് പോലും പക്ഷേ അതിനു മുമ്പിൽ ഒട്ടും വഴങ്ങേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന മാനേജ്മെന്റിനെയാണ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായും പൊതുജനത്തിന്റെ പ്രതിഷേധത്തിന് മുന്നിൽ അവർക്ക് വൈകിട്ടാണെങ്കിലും വഴങ്ങേണ്ടി വരും. വളരെ നന്ദി ശ്രീ BS ജോയ്, ശ്രീ P ബിജു ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം ശ്രീ കൃഷ്ണദാസ് ഞങ്ങളോടൊപ്പം എത്തി. മാനേജ്മെന്റിന്റെ നിലപാട് ഇത്രയ്ക്ക് കർക്കശമാണെന്ന് വ്യക്തമാക്കി കൊടുത്തതിന് നന്ദി. ഇടവേളയിലേക്ക്.